ഇരിക്കിരിക്കെ വരൂ. സിസ്റ്റർ ഒന്ന് പുറത്തേക്ക്. കുറച്ചു മുൻപ് ഗായിക ശ്യാമ എന്നെ വിളിച്ചിരുന്നു. സീതാ മാഡം വിളിപ്പിച്ചതായിരിക്കും. നിങ്ങൾ പേഷ്യന്റ് ആരാണ്? ഞാൻ ചേച്ചിയാ. രാധികയല്ലേ? ശ്യാമ മാഡം പേര് പറഞ്ഞിരുന്നു. ഇത് കണിമംഗലത്തെ മുത്തശ്ശിയ ജയഭാരതി. ഷീസൊക്കെ ശ്യാമ മാഡം ഡീറ്റെയിൽസ് ആയിട്ട് എന്നോട് പറഞ്ഞിരുന്നു. ആ പേഷ്യന്റിന്റെ പ്രഗ്നൻസിയെ കുറിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു അല്ലേ? അതെ സർ. ശ്യാമ മാഡം പറഞ്ഞതനുസരിച്ച് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുധയെ കൊണ്ട് ഞാൻ ആ കുട്ടിയെ പരിശോധിപ്പിച്ചു. അതിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി. ആ കുട്ടി പ്രഗ്നന്റ് അല്ല. ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നത് ഇക്കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എന്നിട്ട് ഈ കള്ളക്കഥ നിങ്ങൾ കുറെ പേർ വിശ്വസിക്കുന്നതും അതിന്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുന്നതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഏത് ഡോക്ടറാ പരിശോധിച്ചത്? ഏത് ഹോസ്പിറ്റലിലാണ് ഇത് കൺഫേം ചെയ്തതെന്ന് നിങ്ങൾ ചോദിച്ചില്ലായിരുന്നു? അത് സർ, ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പ്രിയങ്ക. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴാ പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇവിടെ നിന്നോ? ഏതാ ഡോക്ടർ? അന്ന് പ്രിയങ്കയെ പരിശോധിച്ചൊരു ഡോക്ടറാ. പേര് മാലിനി. ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ MD ആണ്. എന്റെ ഹോസ്പിറ്റലില് അരുതാത്തൊന്നും നടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഇത് മാലിനിയെ വിളിച്ച് ഇപ്പോ തന്നെ ഞാൻ ക്ലിയർ ചെയ്യാം. ശരി സർ. ഇപ്പോഴത്തെ ടെസ്റ്റ് റിസൾട്ടില് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമല്ലോ അല്ലേ? 100%. ആ കുട്ടി ഗർഭിണിയല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ, ഇൻക്ലൂഡിംഗ് മൈസെൽഫ്, അതൊരു കള്ളക്കഥ മാത്രമാണ്.